നൽകും. ഡാനി, എന്താണ് കൊച്ചിയിലെ ആരാധകർ പറയാ? വലിയ ആവേശമാണ് കൊച്ചിയിൽ. നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം, ഒരു അർജന്റീനിയൻ നിൽക്കുന്ന പോലെ തന്നെയുള്ള ഒരു പ്രതീതിയാണ് ഇവിടെ കാണാവുന്നത്. വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ എല്ലാം തന്നെ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. നമ്മൾ ഒരു കഴിഞ്ഞ മത്സരം പോലെ തന്നെ അങ്ങേയറ്റം പിരിമുറുക്കം നിറഞ്ഞ ഒരു മത്സരം തന്നെയായിരുന്നു ഇത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോക ചാമ്പ്യന്മാരെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചുകൊണ്ട് തന്നെയാണ് സ്വിറ്റ്സർലൻഡ് കടന്നു പോകുന്നത്. എന്തായാലും വലിയ ആവേശവും ആരോഗ്യവും എല്ലാമായിട്ട് തന്നെ ഇവിടെ തന്നെ ഈ ആരാധകർ കൂടുന്നു എന്നതാണ്. എന്തായാലും സെമിയിലേക്ക് നമ്മൾ ഇതിൽ പറയാനുള്ളത്, ഒരു അർജന്റീന മുൾമുനയിലാണ് നിന്നേച്ചത്. എന്നാലും ഈ കളിയും കൊണ്ട് സെമിയിലേക്ക് പോകാണ്ടിരിക്കാനാണ് നല്ലത്. നന്നായിട്ട് കളിക്കണമെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് വന്നില്ലെങ്കിൽ സെമി തോറ്റുപോകാൻ സാധ്യത. പൊതുവിൽ അങ്ങനെ ഒരു ഫീൽ ഉണ്ടോ? എങ്ങനെ മികച്ച കളി തന്നെയായിരുന്നോ? അടിപൊളി കളി, ഒന്നും പറയല്ല. നമ്മ എപ്പോഴത്തെ പോലെ ലാസ്റ്റ് മിനിറ്റ് കംബാക്ക് അടിച്ച് കളി ജയിച്ച് എക്സ്ട്രാ ഒരു ഗോളും കൂടി കൊടുത്താവന്മാർക്ക് ഇനി സെമി ഫൈനൽസ് ഇംഗ്ലണ്ട് ആയിട്ടും കൂടി ജയിക്കണം. അത് ഉറപ്പുള്ള കേസാണ്. ഇപ്പോഴുള്ള കളികളൊന്നും ആരും വിലയിരുത്തേണ്ട ഒരാവശ്യമില്ല. കംബാക്കാണ് വേണ്ട, കംബാക്ക്. ഒന്നല്ല മൂന്നെണ്ണം നടത്തുന്ന ഈ പരിപാടി, ഈ സ്കീം വെച്ചേക്കണത് ലോകത്തിന്റെ മൊത്തം ജനങ്ങൾ അറിഞ്ഞേന്. അതുപോലെയാണ് മെസ്സി ലോകം മുഴുവൻ അറിഞ്ഞേന്. ഈ DRK കൂട്ടാനും മെസ്സിയും, മെസ്സിന്റെ വലിപ്പമാണ് DRKന്റെ വലിപ്പം. ആ വലിപ്പം തീർച്ചയായും നല്ലൊരു ആവേശത്തിന്റെ കളിയാണ്. കളി കണ്ടാൽ തന്നെ അറിയാം, കഷ്ടിച്ച് അവര് ജയിച്ചതാണ്, അല്ലാണ്ട് അവര് അത് തന്നെ വലിയൊരു ഇതാണ്. എന്തായാലും കളി വിജയം നമ്മൾ അംഗീകരിച്ച് തന്നെ കൊടുക്കണം. മെസ്സിനെയൊക്കെ ഉയർത്തല് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അവര് കഷ്ടിച്ചാണ് അവർ ജയിച്ചത്. എന്തായാലും അടുത്തത് നമുക്ക് ബ്രസീലിനെ കിട്ടണം. ലാസ്റ്റ് ടൈം വരെ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിട്ടായിരുന്നു. പെനാൽറ്റി വരെ എത്തുമെന്ന് നമുക്ക് വിചാരിച്ചു. ബട്ട് വി റിയലി വോൺ. ഇവിടെ അടുത്തൊക്കെ തന്നെയുള്ള ഇത് കണ്ട 3-1 1-2 പോലും പറഞ്ഞപ്പോഴാണ് ഇനി വേറെ കൊടുത്തോണ്ടിരിക്കുന്നത്. അതെ, അൽവാർസ് ആദ്യമായിട്ടാണ് ഗോൾ അടിക്കുന്നത്. അൽവാർസിന് ഈ വേൾഡ് കപ്പിലെ ആദ്യത്തെ ഗോളാണ്. പക്ഷെ അത് കിടിലൻ ഗോളായിരുന്നു. പെനാൽറ്റി പോകുന്നു വിചാരിച്ചെങ്കിലും നമ്മള് കഷ്ടിച്ചൊന്നുമില്ല, നമ്മൾ കളിച്ചതിന് ജയിച്ചേക്കണം. അൽവാർസിന് ഒരു കിടിലൻ ഗോൾ ഉണ്ടാകുമ്പോൾ ജയിച്ചേക്കണത്. പറഞ്ഞത് പ്രാച്ചിൽ കഴിഞ്ഞോട്ടാ. എന്തായാലും വലിയ ആവേശം തന്നെയാണ് ഇവിടെ ഉള്ളത്. കാരണം ആരാധകർ അത്ര കണ്ട കഴിഞ്ഞ മത്സരത്തിലേതുപോലെ തന്നെ വീറുറ്റ ആവേശത്തിലേക്ക് തന്നെ കടന്നു പോകാനായിട്ട് സാധിച്ചു. വലിയ വിജയം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. അതിന്റെ ഒരു ആവേശം തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇടക്ക് വെച്ച് ഒന്ന് പതറി നിന്ന അർജന്റീനിയൻ ഫാൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഏതായാലും സന്തോഷത്തിന്റെ ഒരു പകലിലേക്കാണ് വരുന്നത്. വലിയ ആഘോഷത്തോടു കൂടി തന്നെ ഇവർ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെമി ഫൈനലിൽ ഇത് പോരാ എന്ന് പലരും പറയുന്നുണ്ടെങ്കിൽ കൂടിയും വലിയ ആവേശം ഇപ്പോഴും നിലനിൽക്കുന്നു. എൽദോ റൈറ്റ്, ഡാനി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ വലിയ ആവേശം നിലനിൽക്കുന്നു. പക്ഷേ അവിടെ ആവേശത്തിന്റെ അളവ് കുറയുന്നു എന്നുള്ളതാണ് സംശയം. ആകെ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം, അർജന്റീന 7ാമത്തെ സെമിഫൈനൽ കളിക്കുമ്പോൾ സെമിഫൈനലിലെത്തിയ അർജന്റീന തോറ്റിട്ടില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ ആരാധകർക്ക് പ്രതീക്ഷ നൽകുക. അർജന്റീന ആ തോൽവി ഇല്ലാത്ത റെക്കോർഡ് സെമിഫൈനലിൽ കണ്ടിന്യൂ ചെയ്യുമോ, തുടരുമോ എന്ന് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.